നിങ്ങൾ ഒമാനിലുള്ളവരൊക്കെ ആണെങ്കിൽ എന്തായാലും മിസ്സാക്കാതെ കാണേണ്ട ഒരു ഫെസ്റ്റാണ് അൽ അഷ്കര ഫെസ്റ്റ്. കാരണം നമ്മുടെ നാട്ടിലെ പോലെ പൂരം, പള്ളിപ്പെരുന്നാൾ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇവിടെ അധികം ഇല്ല. ഇവിടെ എന്തെങ്കിലും പെരുന്നാളൊക്കെ വന്നു കഴിഞ്ഞാലുള്ള എന്തെങ്കിലും പരിപാടികൾ മാത്രമേ ഉള്ളൂ. അതുകൂടാതെ ഇതുപോലൊരു ഫെസ്റ്റൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഈ ഒരെണ്ണം മാത്രമാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ അൽ അഷ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഫെസ്റ്റ് നടക്കുന്നത്. 200 പൈസയാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റിന് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് 2024 അന്ന് ഇതുപോലെ ടിക്കറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ടിക്കറ്റ് സിസ്റ്റമൊക്കെ വന്നു തുടങ്ങിയത്. ഏകദേശം 1 മാസമാണ് ഈ ഫെസ്റ്റ് നടക്കുന്നത്. ഈവനിങ് ഒക്കെ പോകാനായിട്ടാണെങ്കിൽ നല്ലൊരു പരിപാടിയായിരിക്കും കേട്ടോ, കുട്ടികളെ കൊണ്ടൊക്കെ പോകാനായിട്ട്. ഇതുപോലെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. വീക്കെൻഡ്സിലൊക്കെയാണ് പോകുന്നതെങ്കിൽ അൽ അഷ്കര എത്തുന്നതിന് മുമ്പ് ഏകദേശം ഒരു കിലോമീറ്ററൊക്കെ അത്രയും ബ്ലോക്കായിരിക്കും. അതുകൊണ്ട് നോർമൽ ഡേയ്സിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടിയും ട്രാഫിക്കൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. ഇതൊക്കെ കാണുമ്പം പുറത്തുനിന്ന് കാണാമെന്നല്ലാതെ ഇതിലൊക്കെ കയറുമ്പം തല കറങ്ങിയിട്ട് പിന്നെ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും കേട്ടോ. ഒരു തവണ ഞാൻ കയറിയത് കൊണ്ട്, അനുഭവം ഉള്ളത് കൊണ്ട് പിന്നെ ഞാൻ ആ പരിപാടിക്കേ പോയില്ല. فلا تستعجل خطوات فالخير فينا لا يزال فلا تستعجل خطوات فالخير فينا لا يزال. ഇതിനകത്ത് ഇതുപോലെ ഗെയിംസ് മാത്രമല്ല, ഫുഡ് കോർട്ടുകൾ, ഹോഴ്സ് റൈഡിങ്, ജ്വല്ലറി, അതുപോലെ തന്നെ ഇതുപോലത്തെ ടോയ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. നമുക്ക് എന്താ പറയുക, പൂരത്തിനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഫുഡ് കോർട്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് ഫുഡ് കോർട്ടുകൾ. പിന്നെ നമുക്ക് ലൈവായിട്ട് ഒമാനി ഹൽവയൊക്കെ കിട്ടും. സുഖം ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും സാധനങ്ങളൊക്കെ ഒരുമിച്ച് കാണുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം എൻജോയ് ചെയ്ത് നടക്കുകയാണ്. കുട്ടികൾക്കുള്ള ഇതുപോലുള്ള ട്രെയിനുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് സുഖുവിനെ അതിൽ കയറ്റി വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ 3 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ മാത്രമേ അതിൽ കയറ്റുള്ളൂ എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം ഞാൻ കയറ്റി വിട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ ചെറിയ കുട്ടികൾക്കുള്ള ഹോഴ്സ് റൈഡിങ്ങൊക്കെ ഉണ്ട്. ചെറിയ ഒരു കുതിരക്കുട്ടീനെ കണ്ടായിരുന്നു. അതും സുഖുവിന് പേടിയായതുകൊണ്ട് നമ്മൾ കയറ്റിയില്ല.